എന്തിനാണ് ഈ ഒരു 10 കൊല്ലമായിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുന്നത്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും 10 കൊല്ലമായിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുന്നത്. വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ് 10 കൊല്ലമായിട്ടുള്ള ആധാർ കാർഡ് നിർബന്ധമായിട്ടും പുതുക്കണമെന്നുള്ള സർക്കുലർ വന്നിരിക്കുകയാണ്. കുറെ നാളുകളായിട്ട് നമുക്ക് പുതുക്കാനുള്ള ഡേറ്റ് ഇങ്ങനെ മാറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. 2024 മാർച്ച് 14 തീയതി ആയിരുന്നു ലാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഡെഡ് ലൈൻ മാറ്റിയിട്ട് 2024 ജൂൺ 14 തീയതിയിലേക്ക് ഇപ്പോൾ സർക്കാർ അത് മാറ്റി തന്നിട്ടുണ്ട്. 10 കൊല്ലമായിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്, എന്തിനാണ് ഈ ഒരു 10 കൊല്ലമായിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുന്നത്? ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും 10 കൊല്ലമായിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഓൺലൈൻ ആയിട്ട് നമ്മുടെ ആധാർ കാർഡ് നമുക്ക് പുതുക്കാൻ പറ്റുന്നത്? ഈ ഒരു കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നിങ്ങളുടെ കയ്യിലെ ആധാർ കാർഡ് 10 കൊല്ലമായിട്ട് നിങ്ങൾ പുതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്ഡേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾ അപ്ഡേഷൻ ചെയ്യുക. ഇത് പറയാൻ വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതേപോലെ തന്നെ ആധാർ കാർഡ് ഫ്രീ ആയിട്ട് ഓൺലൈൻ വഴി മൊബൈൽ വഴി നമുക്ക് പുതുക്കാൻ സാധിക്കും. ഇതിനുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത് മാർച്ച് 14 എന്നുള്ള ആ ഒരു ഡേറ്റ് മാറ്റിയതിനു ശേഷം 2024 ജൂൺ 14 തീയതിയിലേക്ക് ആക്കി തന്നിട്ടുണ്ട്. കുറെ നാളുകളായിട്ട് ഈ ഒരു ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ഒരു ഡേറ്റ് മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. 10 കൊല്ലമായിട്ട് നമ്മൾ പുതുക്കാതിരിക്കുന്ന നമ്മുടെ ആധാർ കാർഡ് നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഗവൺമെന്റ് പറയുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മൂത്തർ ട്രാൻസാക്ഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സുഗമമായിട്ടുള്ള ഇടപാടുകൾ നടക്കുവാൻ വേണ്ടി. ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താണ് ഈ സുഗമമായിട്ടുള്ള ഇടപാടെന്ന്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇത് വിശദീകരിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആധാർ സർക്കാർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്ക് പോലെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ പുതുക്കാത്ത ആധാർ കാർഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് നിരസിക്കാനും അതേപോലെ തന്നെ ഇത് റിജക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഉറപ്പായിട്ടും 10 കൊല്ലമായിട്ടുള്ള ആധാർ കാർഡ് നിങ്ങൾ പുതുക്കണമെന്ന് പറയുന്നത്. ഒരു ബാങ്കിലൊക്കെ ചെന്നതിന് ശേഷം നമ്മളൊരു അക്കൗണ്ട് ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ലോൺ ഒക്കെ എടുക്കാൻ നേരത്ത് ഈ ഒരു ആധാർ കാർഡ് കൊടുക്കുമ്പോൾ ഇത് റിജക്ട് ആയി പോകാൻ സാധ്യതയുണ്ട്, ആധാർ അപ്ഡേഷൻ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ. ഇത്തരത്തിലുള്ള സർക്കാർ ഇടപെടലുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള ഇടപെടൽ നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾ പുതുക്കിയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റി. നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് സ്കാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുക അല്ലെങ്കിൽ EMIs എടുക്കുക, എന്തെങ്കിലും തരത്തിലുള്ള സ്കാമേഴ്സ് നമ്മുടെ ബയോമെട്രിക് ഡേറ്റാസ് എടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. പഴയ നമ്മുടെ ആധാർ കാർഡ് പുതുക്കാത്തത് മൂലം ഒരുപാട് ഇത്തരത്തിലുള്ള സ്കാമേഴ്സിന്റെ കയ്യിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സ്കാമിങ്ങിലേക്ക് പോവുകയും നമുക്കതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഈ ഒരു ആധാർ കാർഡ് നിങ്ങൾ ഉറപ്പായിട്ടും പുതുക്കേണ്ട ഒരു ആവശ്യം കൂടി വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനം എന്ന് പറയും. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പഴയ ഡീറ്റെയിൽ അല്ല നമ്മുടെ ആധാർ കാർഡിൽ ഉള്ളത്, ഇപ്പോഴുള്ള കറന്റ് ഡീറ്റെയിൽസ് തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. ഇതിനുവേണ്ടി നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾ പുതുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി എങ്ങനെയാണ് 10 കൊല്ലമായുള്ള ആധാർ കാർഡ് ഫ്രീ ആയിട്ട് ഓൺലൈൻ വഴി നമ്മുടെ മൊബൈൽ വഴിയോ നമ്മുടെ കമ്പ്യൂട്ടർ വഴിയോ ഒരു അക്ഷയ കേന്ദ്രത്തിലൊന്നും പോകാതെ നമുക്ക് തന്നെ പുതുക്കാൻ പറ്റുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിലൂടെ നമുക്ക് നോക്കാം. ആധാർ കാർഡ് മൊബൈൽ വഴി അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ മൈ ആധാർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ആദ്യത്തെ ഒഫീഷ്യൽ സൈറ്റിൽ, ആധാറിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ലോഗിൻ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോഗിൻ കൊടുക്കുക. നിങ്ങളുടെ ആധാർ നമ്പർ, ഇപ്പോഴത്തെ ആധാർ നമ്പർ ഏതാണോ ആ ഒരു ആധാർ നമ്പർ അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ക്യാപ്ച പ്രോപ്പറായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച തെറ്റിപ്പോയാലും പ്രശ്നമില്ല, വീണ്ടും നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വലത് സൈഡിൽ തന്നെയുണ്ട്. ശേഷം സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ഒരു OTP നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. ആ OTP നിങ്ങൾ അവിടെ തെറ്റാതെ എൻ്റർ OTP എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കുക. ദെൻ ലോഗിൻ കൊടുക്കുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആധാറിന്റെ ആ ഒരു ഒഫീഷ്യൽ സൈറ്റിന്റെ അകത്തേക്ക് പോകുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. റൈറ്റ് സൈഡിൽ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. താഴേക്ക് നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റ് ഡോക്യുമെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ 14/9 വരെ, സെപ്റ്റംബർ മാസം വരെ അത് നീട്ടിയിട്ടുണ്ട്. ഇതേവരെ നിങ്ങൾക്ക് ജൂൺ വരെ ആയിരുന്നു, ഈ ജൂൺ 14 തീയതി വരെ ആയിരുന്നു. എല്ലാവരും ഇത് അപ്ഡേഷൻ ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് കൂട്ടി തന്നിട്ടുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ വരെ തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് ഒക്കെ അവർ കാണിക്കുന്നുണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൊടുക്കുക. ഏതൊക്കെ തരത്തിലുള്ള പ്രൂഫ് ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്, അതും നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൊടുക്കുക. ശേഷം നിങ്ങളുടെ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഐ വെരിഫൈ എന്നുള്ളത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക.
കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് POI അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ കാണിക്കും. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഉള്ള ആ ഒരു പ്രൂഫ് നമ്മളത് വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോവുകയും അവിടെ വെച്ച് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ JPGയും PNGയും പറ്റത്തില്ല, PDF മാത്രമാണ് പറ്റുന്നത്. PDF-ലേക്ക് എങ്ങനെ നമ്മുടെ ഫോട്ടോ കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് വളരെ സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ JPG to PDF എന്ന് സെർച്ച് ചെയ്യുക. അതിൽ വരുന്ന I love PDF എന്നുള്ള ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സെലക്ട് JPG എന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഗാലറി കിടക്കുന്ന നിങ്ങളുടെ ID പ്രൂഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ID പ്രൂഫ് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ആക്കുക. സെലക്ട് ആക്കിയതിന് ശേഷം മുകളിൽ ഡൺ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ഒരു ഡണ്ണ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പാൻ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം കൺവേർട്ട് ടു PDF എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് കൺവേർട്ട് ആകുന്നുണ്ട്. ശേഷം ഡൗൺലോഡ് PDF എന്ന് കാണും. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ആയി കിടക്കും. ആധാറിൻ്റെ സൈറ്റിലേക്ക് നിങ്ങൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ ഡീറ്റെയിൽസ് അപ്ലോഡ് കാണും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ് ഏതാണോ നിങ്ങളുടെ ID പ്രൂഫ് അത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ അപ്ലോഡ് കൊടുക്കുക. ഗാലറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു PDF നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ PDF നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ശേഷം തൊട്ട് താഴെ കാണുന്ന POI നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് കൊടുക്കാൻ ചോദിക്കും. ഞാനിവിടെ ഇന്ത്യൻ പാസ്പോർട്ടാണ് കൊടുക്കുന്നത്. വോട്ടേഴ്സ് ID അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ കിടക്കുന്ന നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെയോ വോട്ടേഴ്സ് IDയുടെയോ ഏതാണോ അതിൻ്റെ ആ ഒരു ഫോട്ടോ നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. 100% അവിടെയും ആവും. തൊട്ട് താഴെ കാണുന്ന ഒരു ടിക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽ അപ്ഡേഷൻ ആയിട്ടുണ്ട്. വീണ്ടും കാണിക്കുന്നുണ്ട് 14 സെപ്റ്റംബർ വരെ ഇത് ഉണ്ടെന്ന്. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 15 സെക്കൻഡിനുള്ളിൽ ഇത് വെരിഫിക്കേഷൻ ആകുന്നതാണ്. ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്തു എന്നുള്ളതിന് അപ്ഡേഷൻ ചെയ്തു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ കാണാൻ സാധിക്കും. 0 എന്നാണ് കാണിക്കുന്നത്. നമുക്ക് യാതൊരു തരത്തിലുള്ള ഫീസും വന്നിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ആധാറിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോ ടു ഡാഷ്ബോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് അങ്ങ് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ എന്താണ് എന്ന് കാണാൻ സാധിക്കും. വെരിഫിക്കേഷൻ സ്റ്റേജ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ അവിടെ ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഓക്കെ ആകും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ആധാർ കാർഡ് പുതുക്കാത്ത ഫ്രണ്ട്സോ ഫാമിലീസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ അവർ കൂടി എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾ പുതുക്കിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾ ജൂൺ 14 മുന്നേ പുതുക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.